ഈ പ്രേതങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് എഴുതിയ ഒരാളാണ്. കാര്യം എനിക്ക് തോന്നുന്നത് മാത്രമല്ല സാർ ഈ ഇടയ്ക്ക് കാര്യങ്ങൾ നിലവിട്ട് പോകുന്നത് സാർ ഓർമ്മിപ്പിക്കുമ്പോഴും സുനിലിന് BP കൂടി. സ്വാമിജിക്ക് BP കൂടാൻ പാടില്ലല്ലോ. അപ്പൊ എന്താണ് ഈ പ്രേതം ഉണ്ടോ ഇല്ലയോ, എന്താണ് സുനിൽ പരമേശ്വരന്റെ ചിന്ത വിഷയത്തിലേക്ക്? അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെയും അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ 56 പുസ്തകം എഴുതി. ഇത് 46 പുസ്തകങ്ങളും മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും മാന്ത്രിക കഥകളും അല്ലാതെ. അപ്പൊ ഇങ്ങനെ പ്രേതമുണ്ട് എന്ന് പറയുന്ന വീടുകളിൽ ഞാൻ സന്ദർശിക്കാറുണ്ട്, അവർ അനുഭവങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ക്രിയേഷനാണ്, ഇത് എഴുതാറുണ്ട്, പറയുന്നവർ ക്രിയേറ്റ് ചെയ്ത് പറയാറുമുണ്ട്. അപ്പൊ ഇതിന് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ഉണ്ടോ ഇല്ലെന്ന്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മരിച്ചവരെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ അനുഭവസ്ഥര് അവരുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, എനിക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു പുസ്തകം ഇതിപ്പോ തെരഞ്ഞെടുത്ത പരമേശ്വരൻ തെരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ ഇത് എന്താ പറഞ്ഞാൽ ഞാൻ വായിച്ച് നിരയാൻ വേണ്ടി തന്നാണോ? അല്ല, അത് മാറ്റം അല്ല, ഞാനത് ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോകും, അവരുടെ അനുഭവങ്ങൾ കേൾക്കും. ആ അനുഭവങ്ങളാണ് എഴുതിയേക്കുന്നത്. അതിന്റെ ഉണ്ടോ ഇല്ലയോ ഇതിന്റെ സത്യാവസ്ഥ വായിക്കുന്നവർക്ക് തീരുമാനിക്കാം. ഞാനത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് അതിന്റെ അകത്തുള്ളത്. മാത്രമല്ല ഇതിനകത്ത് അപകടകാരികളായ ഒരാൾക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ കരിന്തണ്ടന്റെ കഥ പറഞ്ഞു. അപ്പൊ ഈ കരിന്തണ്ടനെ എല്ലാവരും കൂടി ഒരു ചങ്ങലയിൽ പിടിച്ചിട്ട് ആൽമരത്തിൽ കെട്ടിയിട്ടു. അപ്പൊ ഞാൻ DIG നോർത്തേൺ റേഞ്ച് ആയിരുന്നപ്പോൾ ഈ ചങ്ങല പൊട്ടി വീണ് കഴിഞ്ഞപ്പോൾ 5 ആക്സിഡന്റ് ചുരത്തിലുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു കരിന്തണ്ടന് ചങ്ങല പൊട്ടി വീണോണ്ട് ആത്മാവ് ഇറങ്ങിയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്ന്. പോലീസും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ പണം ചെലവാക്കി മന്ത്രവാദികളെ കൊണ്ടുവന്ന ആ ചങ്ങല തിരിച്ചു കെട്ടി. മനസ്സിലായോ? അല്ല, എന്നിട്ട് ഞാൻ DIG ആയിരുന്നോണ്ട് ഞാൻ കഴിഞ്ഞ 12 കൊല്ലത്തെ ടോട്ടൽ ആക്സിഡന്റ് എടുത്ത ആ ചുരത്തിലെ. അപ്പൊ ടോട്ടൽ ആക്സിഡന്റ് നേരത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരാണ്ടിലുണ്ടാകുന്ന ആകെ ആക്സിഡന്റ് റേറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. ചങ്ങല പൊട്ടി വീണ് കഴിഞ്ഞാൽ 5 ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ കളക്ടറും SP ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചു കരിന്തണ്ടന്റെ ആത്മാവ് ഇളകിയതാണ്. ചങ്ങലയിട്ട് പൂട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. ചങ്ങലയിട്ട് കെട്ടി ചങ്ങലമരം അവിടെയുണ്ട്, കരിന്തണ്ടന്റെ ചങ്ങലമരം അവിടെയുണ്ട്. താമരശ്ശേരി ചുരത്തിലെ കരിന്തണ്ടന്റെ ആത്മാവ് ട്രാഫിക് ബ്ലോക്ക് ആക്കുകയാണ്. പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ് ചർച്ച നടന്നത്. പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മുടെ മസ്തിഷ്ക പ്രതിഭാസങ്ങളാണ്. അവയ്ക്ക് സാംസ്കാരികമായി ലോകത്തെ ഓരോ കൾച്ചറും ചരിത്രാതീത കാലത്തും അതിനുശേഷവും കൊടുത്തിട്ടുള്ള ഐതിഹ്യങ്ങൾ, മിത്തുകൾ, കഥകൾ, ഫിക്ഷൻ, അതിൻ്റെ അകമ്പടിയോടുകൂടി ഈ കഥകൾക്ക് സംഭവിച്ച സാംസ്കാരിക പരിണാമമാണ് യഥാർത്ഥത്തിൽ പ്രേത കഥകളുടെ പിന്നിലുള്ള വസ്തുത. ഈ പ്രേത അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വിവരിക്കുന്ന ആളുകൾ പറയുന്നത് വലിയൊരു ശതമാനവും അവരുടെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളുടെ കാരണം അവരുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ചില സർക്യൂട്ടുകളിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ അവയാണ്. ഇവയ്ക്ക് സാംസ്കാരികമായ പരിവേഷം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.